ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. നമ്മളുടെ ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് സ്റ്റോറി ഇട്ട് പോവാം. ഒരു കുട്ടി, ആ കുട്ടിക്ക് 6 വയസ്സായി. ആ കുട്ടീൻ്റെ പുറകിൽ ഓടിയിട്ട് കുറച്ചാൾ പായിച്ചോണ്ട് പോവുക. അങ്ങനെ ആ കുട്ടീൻ്റെ ഉപ്പക്കും ഉമ്മക്ക് തല്ലിയാവുക. അങ്ങനെ എല്ലാവരും ഉപ്പ ഉമ്മക്ക് തല്ലാണ്ടാവുക. ഒരു ഉപ്പ എന്നിട്ട് ഒരു റൗഡി വന്ന് അവരോട് പണം കേട്ടായിരുന്നു. അതുകൊണ്ട് ആ കുട്ടീൻ്റെ വീട് പറഞ്ഞ കുറച്ച് സ്വത്തുണ്ടായിരുന്നു. ആ കുട്ടീൻ്റെ വീട്ടിൽ തല്ലുണ്ടാക്കുന്നു. ആ കുട്ടീൻ്റെ ഉപ്പാൻ്റെ ഇതിന് സംബന്ധമാണ്, കൂടുതൽ സംബന്ധമാണ്. അതുകൊണ്ട് ഉപ്പൻ്റെ ചേട്ടൻ്റെ വൈഫ് ചേട്ടൻ വന്ന് ആ കുട്ടീൻ്റെ ബാപ്പൻ്റെ ചേട്ടനെ വന്ന് വഴക്കുണ്ടാക്കുക. ഈ ജാഗ നമുക്ക് വേണമെന്ന് ആ കുട്ടീനെ ഉപ്പൻ്റെ തള്ളിയിട്ട് ഇങ്ങനെ ജാഗ ഇങ്ങനെ അവർ പത്തിയെടുക്കാൻ നോക്കുമായിരുന്നു. അങ്ങനെ ആ കുട്ടിയെ എന്ത് ചെയ്യാൻ അറിയാതെ ഇങ്ങനെയായിട്ട് നീ നാളെ എനിക്ക് വാഗ തരണം അങ്ങനെ വരട്ടി അവിടെ പോയായിരുന്നു. കുട്ടി ഒരുപാട് സാഡായിട്ട് പോവായിരുന്നു. ഇപ്പം എന്താ ചെയ്യാം, എൻ്റെ ഉമ്മാനെ പാപ്പനെ രക്ഷിക്കണം, എന്തൊക്കെ ഇതൊക്കെ വേറെ വഴിയില്ലെന്ന് കുട്ടി കരിയായിരുന്നു. ഇപ്പം എന്ത് ചെയ്യാന്ന് ഒരുപാട് വിഷമത്തിൽ കരയായിരുന്നു. ഇത് ഒരാൾ ശ്രദ്ധിക്കായിരുന്നു. അങ്ങനെ അവർ വന്ന്, ഹായ്, നിങ്ങളാരാ? മോളെ പേരെന്താ? എൻ്റെ പേര് ഇതാണ്. എന്താ കുട്ടി പേര് പറഞ്ഞ് നമുക്ക് പേര് പറയാമല്ലേ ഇപ്പോൾ? ഓ, എന്താ പ്രശ്നം? ഇങ്ങനെ നടന്നു കയറി പറഞ്ഞു. അത് കേട്ട അതൊക്കെ സാഡായിരുന്നു. ഒരുപാട് വിഷമിക്കണമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു ഒരു ഒരു ഗേളായിരുന്നു. ആ ഗേൾ പറഞ്ഞു. പിന്നെ ഒരു ബോയ് ഒരു ഗേൾ അങ്ങനെയായിട്ട് വന്നു. അങ്ങനെ ഒരു വയസ്സുന്ന ആളായിട്ട് കൊണ്ടുപോയി. അവിടെ കുറേ ആൾ ഒരുമാതിരി ഉണ്ടായി, വൈറ്റ് ഡ്രസ് ഉള്ള മിന്നുന്ന. എന്ത് പ്രശ്നം ഈ കുട്ടിക്ക് ഈ പ്രശ്നമെന്ന് പറഞ്ഞു. ഓ, വിഷമിക്കണ്ടമ്മ, മോളെ പേരെന്താ പറഞ്ഞ? അങ്ങനെ പേര് റിവീൽ ചെയ്തപ്പോൾ എൻ്റെ പേര് മുംതാസ്. ഓ, നമ്മളെ കഥയെന്നാക്കിയാണ്. ബാമ്മ എവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുറിച്ച് ആ അങ്കിൾ ഇങ്ങനെ നോക്കിയിരുന്നു. അങ്കിൾ നോക്കിയിട്ട് മോള് ബ്ലഡ് കൈമുറി പറഞ്ഞു. കുറച്ച് കൈമുറിയും അങ്ങനെ കുറച്ച് ബ്ലഡ് ഉണ്ടായിരുന്നു. കൈ മുറിക്കാൻ വേണ്ട അതിൽ കുറച്ച് ഊന്തിട്ട കുറച്ച് ബ്ലഡ് അത് പറ്റുമായിരുന്നു. അങ്ങനെ ബ്ലഡ് ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു. അതിലൊരു ഫോട്ടോ കാണുന്ന മതി. ഒരു ഫ്ലവർ ഉണ്ട്. ആ ഫ്ലവർക്ക് ബ്ലഡ് ഒഴിച്ചായിരുന്നു. ബ്ലഡ് പറഞ്ഞ് അങ്ങനെ ഒരു നോക്കുമ്പോൾ ഒരു വലിയ അവിടുത്തെ തലവനുണ്ടായിരുന്നു, കിങ് മതി. ആൾ പറഞ്ഞു, ഈ കുട്ടി സെലക്റ്റാണ്, ഈ കുട്ടി നല്ല മനസ്സുണ്ട്, ഈ കുട്ടിക്കൊക്കെ നമുക്ക് കൊടുക്കാറ്. എല്ലാവരും അവിടെ പറഞ്ഞു ഒരു മാജിക് പവർ. അങ്ങനെ ആ കുട്ടീനെ അവിടെ ഇരുന്നു. ഫസ്റ്റ് ഒരാൾ ഓരോന്നാൾ ആ കുട്ടിക്ക് പവർ കൊടുത്തായിരുന്നു. പവർ കൊടുത്ത് പിന്നെ ഇത് കഴിച്ചോ എന്നതായാലും നിനക്കൊരു പവർ കിട്ടും. ഇത് മാത്രമല്ല, ഈ പവർ ഉണ്ടെക്കൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പറഞ്ഞ വയസ്സിനാൽ ഇപ്പാണ് നീ മാഫിയ ക്വീൻ എന്നെ പട്ടം കൊടുത്തായിരുന്നു. എന്താ നിങ്ങൾ പറഞ്ഞു? അതെ, മാഫിയ ക്വീൻ. അങ്ങനെ പറഞ്ഞു. ഇതൊക്കെ ഞാൻ എന്താ ചെയ്യാം? അതെ, നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അങ്കിൾ പറഞ്ഞു കുറച്ചാളെ വിളിച്ചായിരുന്നു. ഇതിൽ ഞാൻ സെലക്ട് ചെയ്യാൻ പോവാം. അങ്ങനെ ഓരോന്നാൾ സെലക്ട് ചെയ്തായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഓരോ ഏജാണ്. ഓരോന്നാൾക്ക് ഇവരല്ല നിങ്ങൾക്ക് ചേട്ടനാണ് എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അവർക്കൊരു ആഗ്രഹമാണ് നമ്മൾക്കൊരു അനിയത്തി വേണം പറഞ്ഞ്. അവർക്ക് 8, 9 വയസ്സ് 10 വയസ്സാണ്. അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്കൊരു അനിയത്തി. അങ്ങനെ പറഞ്ഞാൽ അവർക്കും ഫാമിലിയും ഇല്ല, അച്ഛനെയും അമ്മയും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ വിളിച്ചുകൊണ്ട് ഹീറോ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടായിരുന്നു. അച്ഛനോട് ഉമ്മനോടും പപ്പനോടും നടന്ന കാര്യം പറഞ്ഞായിരുന്നു. അവർ കാണാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയായിരുന്നു. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളെ പ്രശ്നം സോൾവ് ആവും, നിങ്ങൾ അവരുടെ പണം വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ പണം കൊടുത്തോ, ഇത് സോളാണ്, ഈ കുട്ടിയുടെ ജോലി ചെയ്യും, മാത്രം സീക്രട്ട് ജോബ്, ഇത് നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾക്കൊരു കുറച്ച് പവർ ഉണ്ട്, ഇത് നിങ്ങൾ യൂസ് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ 2 പെട്ട് അവർക്ക് കൊടുത്തിട്ട് ഇത് നിങ്ങൾ കിൽ ചെയ്യും, ഒരു ഡോഗ് ഒരു ക്യാറ്റാണ്, ശരി ഇതുണ്ട്, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തായിരുന്നു. അത് സംസാരിക്കുന്നത് അത് ഹീറോയിൻ്റെ മമ്മിക്ക് ഡാഡിക്ക് മനസ്സിലാവും. അങ്ങനെയായിട്ട് വീട്ടിലേക്ക് പോയായിരുന്നു. ഹീറോയ്ക്ക് ഹെൽപ്പാവും. അങ്ങനെ വീട്ടിലേക്ക് പോയായിരുന്നു. ഹീറോയ്ക്ക് ഒരു തത്തമ്മ ഉള്ളതാണ്. അങ്ങനെ ഹീറോ വീട്ടിലേക്ക് വന്നിരുന്നു. ആ കുട്ടികളും വന്നിരുന്നു. അങ്ങനെ പറഞ്ഞു കുട്ടികളെ ഹീറോയിനും അതെ വേങ്ങിയെനിക്ക് കുട്ടികൾ വേങ്ങിയെനിക്ക്. അങ്ങനെയായിട്ട് അവർക്കും കുട്ടികൾ അവർക്കും കുട്ടികളിൽ ഒരു ഗേൾ മൂവി മാത്രമേ ഉള്ളത്. പിന്നെ അതിൽ 4 പേര് ഹീറോയിൻ്റെ അതിലൂടെ മേങ്ങിയായിരുന്നു. 4 കുട്ടികൾ മേങ്ങിയായിരുന്നു, സ്വന്തം മകന്മാർ. അങ്ങനെ ഹീറോ ജോലിയായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. അതിൽ 4 പേര് വേങ്ങിയായിരുന്നു. പിന്നെ ഹീറോയിൻ മമ്മി ഡാഡി പോകുമ്പോൾ അതിൽ ബാക്കി മെമ്പേഴ്സ് 4 പേരുണ്ടായിരുന്നു. ബാക്കി 3 പേരെ കണ്ട് ഹീറോയിൻ്റെ വില്ലൻ പറഞ്ഞു. വില്ലനാണ് ഹീറോയിൻ്റെ ഡാഡീൻ്റെ ചേട്ടനാണ് വില്ലൻ. അവർ കഷ്ടപ്പെടുത്തിയതായിരുന്നു ആ 3 പേരെ.
ഹീറോയിൻ ഡാഡി നീ എൻ്റെ മക്കളാണ് പറഞ്ഞ് അവർ മേങ്ങിയായിരുന്നു. അങ്ങനെ കൊണ്ട് എല്ലാവർക്കും നന്നായി ട്രെയിനിങ് ആ പ്ലേസ് പോകുന്നു. അവർ ഓരോ നാൾക്ക് ഓരോ പവർ കിട്ടിയായിരുന്നു. ഹീറോയി പറയുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയും അവരും പഠിക്കുകയാണ്. അവർക്ക് ഏത് പിടിക്കും അത് മാത്രം സീക്രട്ടായിട്ട് അവർ മാഫിയാണ്. എല്ലാവർക്കും ഓരോ നാൾ ജോബ് സെലക്ട് ആക്കിയായിരുന്നു. ഓരോ നാൾ ഓരോ ജോബ് ചെയ്ത് സെറ്റിലായിരുന്നു. അങ്ങനെയായിട്ട് ഓരോ നാൾ മാഫിയ എന്ത് പ്രശ്നം വന്ന് അവർ കിളിക്ക് ഇതിൻ്റെ ആപത്ത് വന്ന് നല്ല കാര്യമാണ് സീക്രട്ട് മാഫിയ ക്വീൻ. നമ്മൾ ഹീറോയി പഠിക്കുകയാണ്. ഹീറോയിന് 4 ചേട്ടനും കൂടെയും അങ്ങനെയായിട്ട് പഠിക്കുക എന്നല്ല ഇതൊരു ചേട്ടന് മാത്രം സീനിയർ മാതിരി പഠിക്കായിരുന്നു. അവരെല്ലാം അവർക്ക് പറയായിരുന്നു. ഹീറോയി ഫസ്റ്റ് ഇയർ കോളേജ് പഠിക്കായിരുന്നു. ചേട്ടന്മാർ ഫൈനൽ ഇയർ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയർ അല്ല തേർഡ് ഇയർ പഠിക്കുകയാണ്. ഹീറോയിന് നന്നായിട്ട് കെയറിങ് ചെയ്തായിരുന്നു. അങ്ങനെ ഹീറോയി ടെൻഷനിൽ വീട്ടിൽ വന്നായിരുന്നു. എന്ത് പറ്റി മാം അങ്ങനെ ഹീറോയി പറയുന്നത്. ഹീറോയ്ക്ക് ഇങ്ങനെ കമ്പ്യൂട്ടർ നല്ല ഹാക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. ഹീറോ ടെൻഷനിൽ വന്നിരുന്നായിരുന്നു. അങ്ങനെ ബാക്കി ചേട്ടന്മാർ വന്ന് കേട്ടാൻ അവർക്ക് അനിയത്തിയാണ്. ഹീറോയി പറഞ്ഞു ഹീറോയ്ക്ക് വേണ്ടി എന്ത് വേണം ചെയ്യും മാത്രം അതിലൊരു ചേട്ടനുണ്ടായിരുന്നു. അങ്ങനെ ആ ചേട്ടനക്കും ഹാക്കിങ് റോബോട്ട് എന്ത് വേണം ഉണ്ടാക്കുന്നത് അതിലൊരു ഫസ്റ്റ് ചേട്ടനാണ് പറയാൻ തുടങ്ങി. എന്ത് പറ്റി മാം എന്ന് പറഞ്ഞ ഹീറോയിൻ്റെ ചേട്ടന് വന്നിരുന്നു. ഫസ്റ്റ് ചേട്ടൻ്റെ പേര് അർജുൻ വന്ന് കേൾക്കായിരുന്നു. എന്ത് പറ്റി ഫസ്റ്റ് ലീഡർ മാതിരി എല്ലാത്തിലും ലീഡർ മാതിരി അർജുനാണ്. അർജുൻ കേൾക്കായിരുന്നു. എന്ത് പറ്റി പോ ചേട്ടാ ഞാൻ പിണങ്ങി. അയ്യോ എന്ത് പറ്റി ബാക്കി ചേട്ടന്മാർ എല്ലാവരും ഓടി വന്നു. എന്ത് പറ്റിയടി ഇല്ല ചേട്ടാ ഈ ചേട്ടൻ ഒന്നും കേൾക്കുന്നില്ല. അതിലൊരു ചേട്ടനുണ്ടായിരുന്നു ആദ്യം പറഞ്ഞ്. ഹീറോയിനെ കൂടെ സെക്കൻഡ് ഇയർ ആണോ പഠിക്കുന്നത്. എന്താടാ പ്രശ്നം ആദ്യം പറയുന്നത്. എന്ത് ചെയ്യാ ചേട്ടാ ഇവള് പറഞ്ഞൊന്നും കേൾക്കില്ല. ഇവൾക്ക് ഞാൻ പൈനാപ്പിൾ ജ്യൂസ് കൊടുത്താൽ ഇവൾ പൈനാപ്പിൾ ജ്യൂസ് കേൾക്കാം. ഇവൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. അവരെല്ലാവരും ചിരിക്കായിരുന്നു. വിഷമിക്കേണ്ട അങ്ങനെ ഇങ്ങനെ അവരെല്ലാവരും നല്ല എൻജോയ് ചെയ്തത്. എന്ത് പ്രശ്നമാണ് എല്ലാം സോൾവ് ചെയ്തതാണ്. അർജുൻ പറഞ്ഞ ഒരു ബിസിനസ് മാൻ ആണ്. അത് ബിസിനസ് മാൻ CEO ആയിട്ട് ബിസിനസ് മൊത്തം കാര്യമെല്ലാം നന്നായിട്ട് നോക്കൂ. ബിസിനസ് മാൻ പറഞ്ഞ ഒരു ഐഡൽ കമ്പനി മതി, സിംഗിങ് കമ്പനി ഡയറക്ടർ മതി. അതും അത് ചെയ്യുന്നത് അർജുൻ വീട്ടിൽ വന്നും ഗിഫ്റ്റ് എല്ലാവർക്കും ഓരോന്ന് ഗിഫ്റ്റ് എല്ലാവരും പറയാൻ ശരിടാ അങ്ങനെ. അതിലൊരാൾ ടെൻഷനിൽ വന്നു. അത് പറഞ്ഞ് രണ്ടാമത്തെ ചേട്ടന് ഭയങ്കര ടെൻഷനിൽ വന്നു. എന്ത് വെച്ച് ചേട്ടാ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നാ